പൊതുസ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തൽ അഹ്ലു കിതാബിൻ്റെ ആചാരമാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനു പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതിക്കാരെ പോലെ ജൽപ്പനം ചെയ്യരുത്. അമിത ഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നാണല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. മത്തായി. ഈ വിഷയത്തിൽ ഖുർആൻ പറയുന്നത് കാണുക, നിങ്ങളുടെ റബ്ബിനോട് താഴ്മ കാണിച്ചുകൊണ്ടും സ്വകാര്യമായിക്കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിശ്ചയമായും അവൻ അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറയുന്നത് കാണുക, നിങ്ങൾ സ്വശരീരങ്ങളെ നിയന്ത്രിച്ച് ശബ്ദത്തെ മിതപ്പെടുത്തുക. നിശ്ചയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ബധിരനോടോ അകന്നിരിക്കുന്നവനോടോ അല്ല. നിശ്ചയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സമീപസ്ഥനോടും കേൾക്കുന്നവനോടുമാണ്. മുസ്ലിം. എന്നാൽ ഈ വിഷയത്തിൽ ബൈബിളിൽ പറഞ്ഞതിനു വിരുദ്ധമായി അതിൻ്റെ അനുയായികൾ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിച്ച് പരസ്യമായി ബഹളമയമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നു. മുസ്ലിങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവരെ അനുകരിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ വസ്തുത?